NSS നേതാക്കൾക്ക് കൂടിക്കാഴ്ച നടത്താൻ താൻ അവസരം നൽകിയില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ. സുകുമാരൻ നായരുമായി ഫോണിൽ സംസാരിച്ചെന്നും പിന്നീട് കാണാമെന്ന് പറഞ്ഞെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചപ്പോൾ അനുവദിച്ചില്ലെന്നും മുഖ്യമന്ത്രി മര്യാദകേട് കാണിച്ചെന്നും സുകുമാരൻ നായരും തുറന്നടിച്ചു. തെറ്റായ വാർത്തയാണ്. അദ്ദേഹം എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിരുന്നു. എന്നെ ഫോണിൽ കിട്ടാണ്ട് ഞാൻ ബജറ്റിൻ്റെ തയ്യാറെടുപ്പിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഫോണുണ്ടായില്ല, ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, വളരെ കോഡിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞപ്പോൾ സുകുമാരൻ നായരുമായി ഫോണിൽ സംസാരിച്ചെന്നും കൂടിക്കാഴ്ച നടത്താൻ സമയം അനുവദിച്ചെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ വാദത്തെ സുകുമാരൻ നായർ പൂർണ്ണമായും തള്ളുകയാണ്. വി. ഡി. സതീശൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ് എന്ന് ചോദിക്കുകയോ അതിനുള്ള സമയം അനുവദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അന്നത്തെ ഈ സംഭാഷണത്തിൽ. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഒരാഴ്ചയെന്ന് തോന്നുന്നു, ഒരാഴ്ചയല്ല, 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചു. അതും ഈ പ്രൈവറ്റ് സെക്രട്ടറി മുഖാന്തരം വിളിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറയാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്നെ വിളിച്ചുമില്ല, ഒന്നും പറഞ്ഞുമില്ല. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു ബഡ്ജറ്റിൻ്റെ ബഹളമായിരിക്കും എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, ഞാൻ ചോദിച്ചു, രണ്ടാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എറണാകുളത്ത് ഞായറാഴ്ച കാണും, എറണാകുളത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സെക്രട്ടറിയോടായി ഞാൻ സംസാരിക്കുന്നത്. സെക്രട്ടറി അടുത്ത് ഞാൻ പറഞ്ഞു അത് എറണാകുളത്ത് വെച്ച് കാണേണ്ട കാര്യമല്ലല്ലോ, അതൊരു ഗവൺമെൻറ്റും NSSും തമ്മിലുള്ള ഒരു ഫയൽ എന്നെ സംബന്ധിച്ചാണ് സംസാരിക്കേണ്ടത്. അത് സെക്രട്ടേറിയറ്റിൽ വെച്ച് ആ ഫയൽ ഉണ്ടാവുകയുള്ളൂ, സെക്രട്ടേറിയറ്റിലേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവിടെ കാണുകയുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ സാന്നിധ്യത്തിൽ ആ കാര്യങ്ങൾ സംസാരിച്ച് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അനുവാദം ചോദിച്ചത് എന്ന് ഞാൻ ഈ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു. അതിനുശേഷം യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഈ ആദ്യം വിളിച്ചതല്ലാതെ ഈ രണ്ടാമത് പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല, ഒന്നും വിളിച്ചിട്ടില്ല. സുരേഷ് ഗോപി NSSൽ വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ഇലക്ഷൻ ദിവസമാണ് സന്ദർശനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. NSS BJPക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും മുൻ ബംഗാൾ ഗവർണർ CV ആനന്ദബോസും NSS ആസ്ഥാനത്ത് മുമ്പ് സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ സന്ദർശനങ്ങളുടെ ചിത്രങ്ങളും NSS ജനറൽ സെക്രട്ടറി പുറത്തുവിട്ടു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.